സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം 43-ഉം 44-ഉം എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 43. ഇത് തൃണാവർത്തവധമാണ്. അതിന്റെ വൃത്തം എന്ന് പറയുന്നത് വസന്ത തിലകം. ഇത് തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ. ഓരോ അസുരന്മാരും അവർക്കെല്ലാം വേഷം മാറുന്നതിനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ കാറ്റിന്റെ രൂപത്തിലാണ്, ചുഴലിക്കാറ്റിന്റെ രൂപത്തിലാണ് അവിടേക്ക് അമ്പാടിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു ദിവസം തുടങ്ങുന്ന ത്വാം ഏകദാ, ഒരു ദിവസം അമ്മ യശോദാമ്മ കുട്ടിയെ അങ്ങനെ എടുത്തുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് അമ്മയുടെ കൈ കഴിക്കുന്നതായിട്ട്, ആ കുട്ടിക്കൊരു ഭാരം കൂടുതൽ തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അമ്മയുടെ കൈ അങ്ങനെ കഴിക്കുകയാണ് കുട്ടിയെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പം അമ്മ എന്ത് ചെയ്തു, അവിടെ ആ മെത്തമേൽ കട്ടിലില് ആ മെത്തമേൽ ആ കുട്ടിയെ കിടത്തിയിട്ട് അമ്മ ഗ്രഹകാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതിനായി അകത്തേക്ക് പോയി. അകത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ്. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം അങ്ങ് പൊടിപടലം കൊണ്ട് നിറഞ്ഞ് ആ ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ ഇങ്ങനെ പോവാണ്. ഭയങ്കരമായ കാറ്റ്, ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല. പൊടിപടലങ്ങളെല്ലാം ഇങ്ങനെ പറക്കുവാണ്, ആ കാറ്റിന്റെ ശക്തി കൊണ്ട്. അത് കഴിഞ്ഞ് ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ കാറ്റിന്റെ ശക്തിയെല്ലാം കുറഞ്ഞ് ആ കാറ്റിന്റെ ശക്തിയെല്ലാം അടങ്ങി. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് ആ പരിസരം കാണത്തക്കവണ്ണമായി. അപ്പോൾ എന്താണ്, ആ ബാക്കിയുള്ള എല്ലാവരും ആ ശബ്ദം കേട്ടുകൊണ്ട് ബഹളം വയ്ക്കുവാണ്. അപ്പൊ എല്ലാവരുടെയും ആ പൊടിപടലം അടങ്ങിയതുപോലെ തന്നെ എല്ലാവരുടെയും ശബ്ദവും കുറച്ച് നിറച്ചു. പക്ഷേ അവിടെ ആ യശോദാമ്മയുടെ ശബ്ദം മാത്രം അങ്ങനെ ഉയർന്നു കേട്ടു. കാരണം എന്താണ്, അമ്മ ആ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ടാണ് പോയത്. ആ സ്ഥാനത്തേക്ക് വന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. അത് അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ അതുകൊണ്ടാണ് അമ്മയുടെ കരച്ചിൽ അങ്ങനെ വീണ്ടും കേൾക്കുന്നത്. കാരണം കുട്ടിയെ അവിടെ കണ്ടില്ല. അപ്പൊ ഈ കാറ്റിന്റെ രൂപത്തില് തൃണാവർത്തൻ ആ കുട്ടിയെയും എടുത്തുകൊണ്ട് അങ്ങനെ ഉയർന്നതാണ്. പക്ഷേ ആ തൃണാവർത്തന് അധികം അങ്ങോട്ട് ഉയർന്നു പോകാൻ സാധിച്ചില്ല. ആ കുട്ടി ഭഗവാന്റെ അംശ അവതാരമാണല്ലോ. അപ്പോ ആ കുട്ടിയുടെ ഭാരം കൊണ്ട് ആ കാറ്റ് ആ തൃണാവർത്തന് മുകളിലേക്ക് ഉയരുന്നതിന് സാധിച്ചില്ല. ആ കുട്ടിയെയും കൊണ്ട് തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ എന്താണ്, അവിടെ ആ ഒരു പാറപ്പുറത്ത് വന്ന് വീണ് ആ ശരീരമെല്ലാം ചിന്നിച്ചു കയറി. ഈ കുട്ടി ഒരു കുഴപ്പവുമില്ലാതെ അതങ്ങനെ ആ താമരപ്പൂ പോലുള്ള കൈയൊക്കെ കൊണ്ട് അങ്ങനെ കളിച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഓരോരുത്തരും ചെന്ന് ആ കുട്ടിയെ എടുത്ത് ലാളിക്കാനും ഒക്കെ തുടങ്ങി. യശോദാമ്മയും ഒക്കെ എടുത്ത് ലാളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ആ സന്തോഷവാനായ ആ കുട്ടി, ഇവിടെ ഭട്ടതിരിപ്പാട് പറയണം, അങ്ങനെയുള്ള ആ കാറ്റിന്റെ രൂപത്തിൽ തൃണാവർത്തൻ വന്ന് എടുത്തുകൊണ്ട് പോയെങ്കിലും ഒന്നും സംഭവിക്കാതെ ആ കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തില് ആ ഗോപികമാരും യശോദാമ്മയും ഒക്കെ തന്നെ പറയുവാണ്, എന്താണ്, ആ ഗോവിന്ദൻ തന്നെ, ആ ഭഗവാൻ തന്നെ എൻ്റെ കുട്ടിയെ രക്ഷിക്കട്ടെ എന്ന്. അവർക്കറിയില്ലല്ലോ ഇത് ആ ഭഗവാന്റെ അവതാരമാണ് എന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അപ്പൊ ആ ഭഗവാൻ തന്നെ ഈ കുട്ടിയെ രക്ഷിക്കട്ടെ എന്നൊക്കെ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആ കുട്ടിക്കൊന്നും സംഭവിക്കാത്തതില് യശോദാമ്മയ്ക്കും ഗോപികമാർക്കും ഗോപനും നന്ദഗോപുരക്കും ഒക്കെ വലിയ സന്തോഷമായി. അപ്പൊ അതാണ് ഈ തൃണാവർത്ത വധത്തിനകത്ത് പറയുന്നത്. അങ്ങനെ ഒരു അസുരൻ കൂടി ആ കുട്ടിയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന് സ്വയം മരണപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഈ 43-ാമത്തെ ദശകത്തിലെ തൃണാവർത്തവധം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം ചൊല്ലാൻ നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം. വസന്ത തിലകമാണ് വൃത്തം. ഇതാണ്: ത്വാം ഏകദാ ഗുരുമരുത്സ്ഫുരനാഥവോഢും ഗാഠാധിരൂഢഗരിമാണവപാരയന്തി മാതാ നിധായ ശയനേ കിമിതം വ്യതേതി ധ്യായന്ത്യചേഷ്ടതഗൃഹേഷു നിവിഷ്ടശങ്കാ. അവിടെ ധ്യായന്ത്യചേഷ്ടത, അചേഷ്ടത എന്ന് വാക്ക് പറയണം. അപ്പൊ ആ വാക്ക് ചേർത്ത് പറയണം. ധ്യായന്ത്യചേഷ്ടതഗൃഹേഷു നിവിഷ്ടശങ്കാ.
അതിനകത്ത് പ്രയാസമുള്ളതൊന്നുമില്ല. താവത് വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭിപാംസു പടലി പരിപൂരിതാശാം. വ്യാജൃംഭി, വാക്കവിടെ അയാടയാളവും ജായുടെ അവിടെ ഇറടയാളവും. വ്യാജൃംഭി പാംസു പടലി പരിപൂരിതാശ. അടുത്തത് വാത്യ, വായാണ് അവിടെ. വാത്യാവപു സഖില ദൈത്യവര തൃണാവർത്താഖ്യോ. അവിടെ ആ തൃണാവർത്താഖ്യോ എന്നുള്ളത് ഒന്നിച്ചു വരണം. തൃണാവർത്തൻ എന്ന് പേരുള്ള എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ അത് ഒന്നിച്ചു വരണം. വാത്യാവപു സഖില ദൈത്യവര തൃണാവർത്താഖ്യോ ജഹാര ജനമാനസ ഹാരിണം ത്വം. താവത് വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭിപാംസു പടലി പരിപൂരിതാശാം. വാത്യാവപു സഖില ദൈത്യവര തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഇവിടെ തൃണാവർത്താഖ്യോ എന്നുള്ള ഒന്നിച്ചു വരണം എന്നുള്ളതേ ഉള്ളൂ. ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ. ഹാ ബാലകസ്യ കിം ഇതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ. താവത് സദാനവവരോപി ച ദീനമൂർത്തിർ ഭാവത്കഭാര പരിധാരണലൂനവേഗ. സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവത് ജനനീ നിനാദ. താവത് സ ദാനവവരോപി വര അപി വരോപി ച ദീനമൂർത്തിർ ഭാവത്കഭാര പരിധാരണ ലൂനവേഗ. സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവത് ജനനീ നിനാദ. രോദോപകർണനവശാദുപഗമ്യഗേഹം ക്രന്ദത്സു നന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷു ത്വയ്യപ്രമുഞ്ചതി പപാദ വിയത്സ് പ്രദേശാത്. രോദാകുലാസ്തദനു ഗോപഗണാ ബഹിഷ്ട പാഷാണപൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്തഹന്ത നിപതന്തമമുഷ്യവക്ഷസി അക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. ഗ്രാവപ്രപാദ പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർ ഗിരിവരാസ് ഇവ നീലരത്നം. ആ ഒരു നീലരത്നം, ആ ഒരു പാറപ്പുറത്തുനിന്ന് ഒരു നീലരത്നം എപ്രകാരമാണോ എടുക്കുന്നത് അതുപോലെ ആ ഒരു ലാഘവത്തോടു കൂടി കുട്ടിയെ എടുത്തു. നീലരത്നം, കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു നീലയാണല്ലോ. ഏകൈകവാശു പരിഗൃഹ്യ നികാമ നന്ദത് നന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരി ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. ഭൂയോപി കിം നു കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയതാത് സുതം ന. ഗോവിന്ദൻ തന്നെ ഈ സുതം, ഈ കുട്ടിയെ രക്ഷിക്കട്ടെ. ഇത്യാദി മാതര പിതൃ പ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വം ഏവ. വാദാത്മകം ധനുജമേവ മയി പ്രധുന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമു നോ ധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷ രോഗശമനം മുഹുരാർത്ഥയേ ത്വാം. ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ. ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ.
താവത് സദാനവരോപി ജദീനമൂർത്തിർ ഭാവത്കഭാര പരിധാരണലൂനവേഗം സങ്കോചമാപ തദനുക്ഷതപാം സുഘോഷേ ഘോഷേ വ്യതായത ഭവത് ജനനീ നിനാദം രോദോപകർണനവശാദ് ഉപഗമ്യ ഗേഹം ക്രന്ദത്സു നന്ദമുഖഗോപകുലേഷു ദീനാം ത്വാം ദാനവസ്തു അഖിലമുക്തികരം മുമുക്ഷു ത്വയ്യ പ്രമുഞ്ചതി പപാദ വിയത്സ്പ്രദേശാദ് രോദാകുലാസ്തദനു ഗോപഗണാബഹിഷ്ഠ പാഷാണപൃഷ്ഠഭുവി ദേഹമതിസ്തവിഷ്ടം പ്രേക്ഷന്ദഹന്ത നിപതന്തമമുക്ഷ്യ വക്ഷസി അക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം ഗ്രാവപ്രപാദ പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസുദുഷ്ടധനുജോപരി ദൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധൂർഗിരിവരാസ് ഇവ നീലരത്നം ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദസ് നന്ദാദിഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരി ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം ഭൂയോപി കിം നു കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയതാത് സുതം ന ഇത്യാദി മാതര പിതൃ പ്രമുഖൈസ്തദാനീം പ്രാവർത്തിതാസ്ത്വദവനായ വിഭോത്വമേവ വാതാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ പാദോദ്ഭവാൻ മമ ഗദാൻ കിമുനോധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അങ്ങനെ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ ഈ ക്യൂസ് പ്രോഗ്രാമിനൊക്കെ ചോദിക്കും, കാറ്റിന്റെ രൂപത്തിൽ വന്ന അസുരൻ ആരാണ്? ആ കുട്ടിയെ വധിക്കുന്ന, കൃഷ്ണനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് കാറ്റിന്റെ രൂപത്തിൽ വന്ന അസുരൻ ആരാണ്? തൃണാവർത്തൻ. പിന്നെ അടുത്തത് ദശകം 44. അതിനകത്ത് നാമകരണവും ജാതക ഫല കഥനവുമാണ്. അതിന്റെ വൃത്തം എന്ന് പറയുന്നത് ഗീതി. ഇവിടെ വസുദേവരുടെ നിർദ്ദേശപ്രകാരം, ശരിയായ പിതാവ് വസുദേവരാണല്ലോ, അപ്പൊ ആ വസുദേവരുടെ നിർദ്ദേശപ്രകാരം ഗർഗ മഹർഷി കുട്ടിക്ക് നാമകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വരുവാണ്. അപ്പൊ ഈ ഗർഗ മഹർഷി എന്ന് പറയുന്നത് യദുവംശത്തിന്റെ ആചാര്യനാണ്. യദുകുലത്തിലാണല്ലോ ഈ കൃഷ്ണന്റെയും ജനനം. അപ്പോൾ ആ യദുവംശത്തിന്റെ ആചാര്യനാണ് ഗർഗ മഹർഷി. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് നാമകരണം ചെയ്യേണ്ട സമയം ആയപ്പോഴത്തേക്കും ആ വസുദേവര് ഗർഗ മഹർഷിയെ പറഞ്ഞ് ഈ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് അങ്ങനെ അയക്കുകയാണ്. അദ്ദേഹം അങ്ങനെ നന്ദഗോപർക്ക് അങ്ങനെ പിന്നെ ഗർഗ മഹർഷിയെ, ഇത് യദുവംശത്തിന്റെ ആണല്ലോ ആചാര്യൻ, അപ്പൊ അവരുടെ ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യൻ വേണം കുട്ടിക്ക് നാമകരണം ചെയ്യേണ്ടത് എന്ന്. ഇവിടെയാണെങ്കിലും വസുദേവരാണ് ആ പിതൃത്വം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുതൽ വസുദേവർക്കാണ്. അപ്പൊ നന്ദഗോപര് അത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വസുദേവർ അങ്ങനെ ഗർഗ മഹർഷി അവിടേക്ക് പറഞ്ഞു വിടുകയാണ് നാമകരണമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ ആ ഒരു ദിവസം അത് ഗൂഢമായിട്ടാണ്, രഹസ്യമായിട്ടാണ് ഗർഗ മഹർഷി വന്നിട്ട് നാമകരണമൊക്കെ ചെയ്യുന്നത്. പുറത്തേക്ക് ആരും അറിയുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ കംസൻ അറിയാം യദുവംശത്തിന്റെ ആചാര്യനാണ് ഗർഗ മഹർഷി. അപ്പൊ ആ ഗർഗ മഹർഷി ഇവിടേക്ക് നാമകരണം ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് എന്നുള്ളത് ആര് മനസ്സിലാക്കും? കംസൻ മനസ്സിലാക്കും. അപ്പൊ അത് ആപത്തിനിടയാക്കും. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് ആ നാമകരണമൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഗർഗ മഹർഷി വന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു, നാമകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയെ കൊണ്ടുകൊടുത്തു. അപ്പൊ ആദ്യം ആരാണ്? ജ്യേഷ്ഠനുണ്ട്. ആ ജ്യേഷ്ഠന് രാമൻ എന്നുള്ള പേര് നൽകുകയാണ്. സംഘർഷണൻ എന്നൊക്കെയുള്ള നാമം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ
നാമകരണം ചെയ്യുന്ന സമയമായപ്പോൾ ഗർഗമഹർഷിക്ക് അറിയാം ഇത് ഭഗവാന്റെ അവതാരമാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ അനന്തനാമ സഹസ്രനാമങ്ങൾ, ഇഷ്ടംപോലെ നാമങ്ങളുള്ള ഈ ശിശുവിന് ഞാൻ എന്ത് നാമമാണ് ഇടേണ്ടത് എന്ന് ഗർഗമഹർഷി ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ നാമകരണം ചെയ്യുന്ന കൃഷ് എന്ന ധാതുവിൽ നിന്ന് ആ കൃഷ്ണൻ, എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നുള്ള ആ ഒരു രീതിയിൽ കൃഷ്ണൻ എന്നുള്ള നാമകരണം ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ആ നാമം കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ജനന സമയമൊക്കെ പറഞ്ഞിട്ട് ആ ജാതക ഫലവും കൂടി പറയുമല്ലോ. അപ്പൊ എന്താണ്, ഗർഗമഹർഷി നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ ഒരു ശിശു അല്ല, തെളിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പറയുകയും വേണം, പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇതൊരു ശ്രേഷ്ഠമായ ശിശുവാണ്, പല പല അത്ഭുതങ്ങളും കാണിക്കാനിടയാകും, അതുപോലെ തന്നെ ആ കീർത്തി പരത്തുന്നതാണ്, അതുപോലെ ശ്രേഷ്ഠമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഗർഗമഹർഷി നന്ദഗോപരോട് പറഞ്ഞു. അപ്പം സ്വന്തം പുത്രന്റെ ആ മഹിമയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം നന്ദഗോപർക്കും വലിയ സന്തോഷമാവും. അങ്ങനെ ഗർഗമഹർഷി നാമകരണമൊക്കെ ചെയ്തു കുട്ടിക്ക്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ദശകം 44 പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു പോവാണ്. ശ്ലോകം ചൊല്ലാം. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗദഹോരാ തത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗദഹോരാ തത്തു ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. നന്ദോധ നന്ദിതാത്മാ ആണ് അവിടെ. വൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രവൂജേ ത്വത് സംസ്കാരാൻ വിധാതും ഉത്സുകധി. നന്ദോധ നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂജേ ത്വത് സംസ്കാരാൻ വിധാതുമുത്സുകധീം. ഇത് ഇങ്ങനെയാണ് ഈ ഗീതയുടെ ആ ഒരു വൃത്തം ഇങ്ങനെയാണ് ചൊല്ലുന്നത്. യദുവംശാചാര്യത്വാത് സുനിഭൃതമിതമാര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളക ചക്രേ തവ സാഗ്രജസ്യ നാമാനി കഥമസ്യ നാമകുർവേ സഹസ്രനാമ്നോ ഹി അനന്തനാമ്നോ വാ ഇത് നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസി വിഭോ. കൃഷി ധാതു നകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദഘകർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമതേ വ്യതനോത്. അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേചരാമാദീൻ. ആദ്യം കൃഷ്ണനാണ് നാമം കൊടുക്കുന്നത്, പിന്നീടാണ് രാമന് നാമം കൊടുക്കുന്നത്. വ്യാകുർവൻ അഗ്രജേചരാമാദീൻ അതിമാനുഷാനുഭാവം ന്യഗതത്വാം അപ്രകാശയൻ പിത്രേ. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സന മായികൈ പുനഃശോകൈ ദ്രുഹ്യതി യ സതു നശ്യേത് ഇത്യവദത്തെ മഹത്വം ഋഷിവര്യ. ജ്യേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശോഷ്യസി സുവിമലകീർത്തേർ അസ്യേതി ഭവദ്വിഭൂതിം ഋഷിരൂചേ. അമുനൈവ സർവദുർഗം തരിതാസ്തകൃതാസ്തമത്ര തിഷ്ടധ്വം ഹരിരേവേത്യനഭിലപൻ ഇത്യാദിത്വാമവർണയത് സ മുനി. ഗർഗേധ നിർഗതേസ്മിൻ, അവിടെയൊക്കെ ഗർഗേധ അത് ചേർത്ത് പറയണം. നിർഗതേസ്മിൻ എന്ന് വെച്ചാല് ഗർഗ അധ നിർഗത അസ്മിൻ. അപ്പൊ ഗർഗേധ അവരോടെ, നിർഗതേസ്മിൻ അവിടെ അവരും ചേർത്ത് പറയുമ്പോൾ നന്ദിത നന്ദാതി നന്ദ്യമാനസ്ത്വം മദ്ഗത മുദ്ഗത കരുണോ നിർഗമയ ശ്രീ മരുത്പുരാധീശ. ഗുരുവായൂരപ്പനെയാണ്.
യദുവംശാചാര്യത്വാത് സുനിഭൃതമിതമാര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളക ചക്രേ തവ സാഗ്രജസ്യ നാമാനി കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹ്യനന്ദനാമ്നോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമ രഹസ്യ വിഭോ കൃഷിധാതു ണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദഘകർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമതേ വ്യതനോത് അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം നഗതത്വാം അപ്രകാശയൻ പിത്രേ സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സന മായികൈ പുനഃ ശോകൈ ദ്രുഹ്യതി യസ്സതു നശ്യേത് ഇത്യവദത്തെ മഹത്വം ഋഷിവർയാം ജേഷ്യതി ബഹുധര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യസി സുവിമല കീർത്തിർ അസ്യേതി ഭവദ്വിഭൂതിം ഋഷിരൂജേ അമുനൈവ സർവദുർഗം തരിതാസ്തകൃതാസ്തമത്ര തിഷ്ടധ്വം ഹരിരേവേത്യനഭിലപൻ ഇത്യാദി ത്വാമവർണയത് സമുനി ഗർഗേദ നിർഗതേസ്മിൻ നന്ദിത നന്ദാതി നന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം. എല്ലാവർക്കും നമസ്തേ.